ഹായ് ഫ്രണ്ട്സ്, ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. എന്നാൽ നല്ല ടേസ്റ്റുമായിട്ടാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അപാര ഒരു ടേസ്റ്റിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെല്ലാം ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. ഇതുപോലെയൊക്കെ നമ്മൾ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു ദിവസം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നും അരിയോ ഒന്നും വെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ സാധാരണ എപ്പോഴും കാണുന്നില്ല സേമിയ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം ഇത് നമ്മുടെ ടൊമാറ്റോയുടെ ഫ്ലേവറുള്ള നമ്മുടെ ഇതാണ് ഞാൻ എടുത്തേക്കുന്ന സേമിയ. അപ്പോൾ അത് നല്ലപോലെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഒരു 4-5 മിനിറ്റ് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഉറപ്പായിട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വെക്കുക. നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക കേട്ടോ. എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ട് ഇപ്പോൾ ഒരു 5-6 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അത് തണുത്ത് വരട്ടെ. ആ സമയം കൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ അടുപ്പൊന്ന് ഓഫ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതൊരു 3-4 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേനും സേമിയ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും. അതുപോലെ തന്നെ സേമിയ ഒട്ടും തന്നെ കുഴഞ്ഞു പോകത്തുമില്ല, ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് നല്ലപോലെ ഒന്ന് കണ്ടോ നല്ലപോലെ വെന്ത് കിട്ടുകയും ചെയ്യും. എന്നാൽ ഒട്ടും തന്നെ ഒരു കുഴഞ്ഞ പരുവത്തിലാവത്തുമില്ല. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് ഊറ്റി മാറ്റാം. അപ്പോൾ വെള്ളമെല്ലാം ഒന്ന് വാർന്നു പോകത്തക്ക രീതിയിലുള്ള ഒരു പാത്രം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതൊന്ന് കോരി മാറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിക്കായിട്ട് ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനിതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളം തോരുന്നു പോകാനായിട്ട്. ഇനി നമുക്ക് അതേ ചീനച്ചട്ടി തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2-3 സ്പൂണ് മതിയാവും ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരല്പം കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു സവാള ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ക്വാണ്ടിറ്റിയിലാണോ നമ്മുടെ ഈ സേമിയ എടുക്കുന്ന അതിനനുസരിച്ച് വേണം ബാക്കി ചേരുവകളൊക്കെ ചേർക്കാൻ. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 പേർക്ക് കഴിക്കത്തക്ക രീതിയിലുള്ളതാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഈ സവാള ഒന്ന് നമുക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതിട്ട് കൊടുക്കുക. ഒരുപാട് വേണ്ട കേട്ടോ, ഇച്ചിരി മതിയാവും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇങ്ങനെ ഒന്ന് നിങ്ങൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റു ആവശ്യമുള്ള ചേരുവകളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ സേമിയയിൽ ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ നോക്കി വേണം ചേർക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി 2-3 പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. എരിവ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ എരിവ് മുളകൊക്കെ കുറച്ച് ചേർക്കുക. ഇപ്പോൾ ഞാൻ ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. സേമിയ നേരത്തെ നമ്മൾ ഉപ്പിട്ടാണ് തിളപ്പിച്ച് വെച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. അതും കൂടെ ഒന്ന് വഴറ്റിക്കണം. അപ്പോൾ ഇത് ഒരുപാട് വഴന്ന് ഇതാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് മസാലപ്പൊടികൾ. അപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പൊടികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരല്പം ഗരം മസാല എടുത്തിട്ടുണ്ട് 1/2 ടീസ്പൂൺ. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ പൊടിയുടെ എല്ലാം പച്ചമണം എല്ലാം ഒന്ന് മാറി കിട്ടണം. പച്ചക്കുത്തൊന്ന് മാറുന്നവരെയും വഴറ്റിയിട്ടതായിട്ടുണ്ട്. തീ കുറച്ച് വെച്ച് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ എല്ലാം വഴന്ന് നമ്മുടെ മസാലയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടയും കൂടെ നമുക്കിതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ഒഴിച്ചു കൊടുത്ത് ഉടനെ നമ്മൾ തവി കൊണ്ട് ഇളക്കണ്ട. അപ്പോൾ ഒരുപാട് ഇതായി പൊടിയായി പോകും. അങ്ങനെ പൊടിയരുത്.
നമുക്ക് ഈ മുട്ടയുടെ പീസൊക്കെ ഒന്ന് കടിക്കാനൊക്കെ കിട്ടണം. ആ പരുവത്തിൽ വേണം നമുക്കിതൊന്ന് ചിക്കി റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം അതുപോലെ അനക്കാതെ ഒന്ന് വയ്ക്കുക. തീ കുറച്ച് നല്ലപോലെ ഒന്ന് അടിഭാഗം ഒന്ന് വെന്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് മറിച്ചും തിരിച്ചുവിട്ട് ചെറിയ രീതിയിലൊന്ന് ഒരുപാട് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കിതൊന്ന് ചിക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഇതാണ്ട് നിങ്ങൾക്ക് കാണാം. ഇതുപോലെ ഈ പരുവത്തിലൊന്ന് നമുക്കിതെല്ലാം ചിക്കിയെടുത്താൽ മതിയാവും. ഇതുപോലെ ഒന്ന് മുട്ടയുടെ പീസുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ പരുവത്തിൽ വേണം നമുക്കിതൊന്ന് എടുക്കാനായിട്ട്. അപ്പോൾ അടിയിലൊന്നും പിടിക്കാതെ കരിഞ്ഞു പോകാതെ നല്ല ശ്രദ്ധിച്ച് ചെയ്യുക. ഇപ്പോൾ ഉപ്പൊക്കെ നോക്കുക, വേണമെങ്കിൽ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് മുട്ടയെല്ലാം നല്ല പരുവത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതായ ഊറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മണ്ടയ്ക്കൊന്ന് നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തിലായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് 1 സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ടേസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്ക് കൂട്ടി വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് 1 സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. സോയാ സോസും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കസ്തൂരി മേത്തി, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ചെറിയ തീയിൽ ഒരു 3 മിനിറ്റ് നമുക്കിത് ഒരു 3-4 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സ്നേഹവും കാണുമ്പോഴാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതിന് നന്ദി. തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ രുചിച്ച് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ സോയ സോസും വേണം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ കുറച്ചുകൂടെ ഞാനിതാ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് പേരെന്തിടണമെന്ന് വെച്ചാൽ നിങ്ങളിടാം കേട്ടോ. അപ്പോൾ ഞാൻ സേമിയ മുട്ട മസാല എന്നാണ് ഇവിടെ പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ ഇത് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇനി എന്തോ പേര് വേണമെങ്കിലും ഇടാം. അപ്പോൾ അത് അടിപൊളി ടേസ്റ്റ് ഉള്ള നമ്മുടെ സേമിയ മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയും മതിയാവും. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അല്ലേ. ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോകാതെ നല്ല വെന്തിട്ടുമുണ്ട്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ വേറൊരു ഹാട്ട് ബോക്സിലേക്ക് ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടോടെ കഴിക്കുമ്പോൾ ആ ഒരു മണം, ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് ശരിക്കും കിട്ടുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.